അമ്മേ ഞാൻ പോവാ. രണ്ടു വിട്ട് നിൽക്കണ ഞാനും വരാണ്. ഓ പിന്നെ ഞാൻ പോവാ. ഹരിക്കുട്ടാ, ഹരിക്കുട്ടാ മോനെ, എന്താണ് മോനെ ഇത്? ഈ സമയത്ത് ഇത്ര പെട്ടെന്ന് ഈ മുറിയിൽ പ്രതീക്ഷിച്ചില്ലല്ലേ? മുഖത്തെ ഞടുക്കം കാണുമ്പോൾ അറിയാം. ഇതെന്താണെന്നറിയോ? വിഷം. പൊട്ടാസ്യം സയനൈഡ് അടങ്ങിയ വിഷം. ഇതിലൊരു തുള്ളി മതി ഒരു ജീവനെടുക്കാൻ. ഇത് സിറിഞ്ച്. ഇതിൽ നിന്ന് കുത്തിയെടുത്ത് ചുമ്മാ ശരീരത്തിലോട്ട് കയറ്റിയാൽ മതി. വെറും ഒരു തുള്ളി. യതീന്ദ്രന്റെ കൊലപാതകം എന്റെ തലയിൽ, കൽപ്പനയുടെ കൊലപാതകം എന്റെ തലയിൽ. ഇത് രണ്ടും ഞാൻ ചെയ്തതാണ്. അല്ല, ഒന്നും ചെയ്യാതെ കഴുമരം കയറുന്നതിലും നല്ലത് എന്തെങ്കിലും ചെയ്തിട്ട് കഴുമരം കയറുന്നതല്ലേ? ഇത് കണ്ടോ? എന്താ ഇത്? പറ, എന്താ ഇത്? പറ. വെറും പേരുകളല്ല. ഞങ്ങൾ അധോലോകക്കാരുടെ ഭാഷയില് ഹിറ്റ് ലിസ്റ്റ് എന്ന് പറയും. എന്ന് വെച്ചാൽ എന്താ? കൊല്ലാനുള്ളവരുടെ ലിസ്റ്റ്. ഇതിൽ ആദ്യത്തെ പേര് ആരുടേതാ? വായിക്ക, കേൾക്കട്ടെ. കണ്ണട വേണോ? വായിക്ക. സുധർമ്മ. ഹിറ്റ് ലിസ്റ്റിൽ ഒന്നാമത്തെ പേര് സുധർമ്മ. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? നാളെ നേരം വെളുക്കുമ്പോ സുധർമ്മ. സുധർമ്മ. സുധർമ്മ ഈ ഭൂമിക്ക് മേലെ ജീവനോടെയില്ല. അടുത്ത പേര് വായിക്ക. വായിക്ക. ഹരിക്കുട്ടൻ. കറക്റ്റ്, ഹരിക്കുട്ടൻ. ഈ ഇരിക്കുന്ന പൊന്നുമോൻ. ഈ പൊന്നുമോന് വേണ്ടി സുധർമ്മ എന്തെല്ലാം ആ കാട്ടിക്കുട്ടി. സ്വന്തം ഭർത്താവിനവരെ കൊല്ലിച്ചില്ലേ? ഇല്ലേ? ഇല്ലെന്നോ? ഇവൻ സുധർമ്മയുടെ വയറ്റിൽ പൊട്ടിമുളച്ച ഈ അസുരവിത്ത വിജയകൃഷ്ണൻ അടിച്ചു വീഴ്ത്തിയതെന്നും സ്വന്തം മാങ്ങളെയും ആ പാതകത്തിൽ പങ്കുചേർന്നുവെന്നും വിജയകൃഷ്ണനെ കൊല്ലുകയായിരുന്നു ഉദ്ദേശമെന്നും ആദ്യ ദിവസം തന്നെ അറിയാമായിരുന്നില്ലേ സുധർമ്മയ്ക്ക്?
അയ്യോ അയ്യോ വേണ്ട. സത്യം മാത്രമേ പറയാവൂ. അറിയാറില്ലേ? അറിയായിരുന്നു. പിന്നീട് ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന വിജയകൃഷ്ണന്റെ മരണം കൊലപാതകമാണെന്ന് അറിയാമായിരുന്നില്ലേ? അറിയായിരുന്നു. അറിയായിരുന്നു. മകനും മാങ്ങളെയും ചേർന്ന് കൊല്ലിച്ചതാണെന്ന് അറിയാമായിരുന്നില്ലേ? അറിയായിരുന്നു. എല്ലാം അറിയാമായിരുന്നു. എന്നിട്ട് നല്ല ഭംഗിയായിട്ട് അഭിനയിച്ചു. അതും പോരാ, എന്റെ ഭാര്യയെ ദ്രോഹിച്ചു, എന്റെ മകളെ ദ്രോഹിച്ചു, എന്നെ ദ്രോഹിച്ചു. ഇത്രയൊക്കെ ചെയ്ത നിങ്ങൾക്ക് മരണശിക്ഷയല്ലാതെ പിന്നെ എന്താ ഞാൻ നൽകേണ്ടത്? വേണ്ട വേണ്ട വേണ്ട. അയ്യോ വേണ്ട. അയ്യോ വേണ്ട നരേന്ദ്ര. അത്ര പേടിയാണോ മരിക്കാൻ? കൊല്ലാൻ തീരെ പേടിയില്ലല്ലോ. ഞാൻ ആരെയും കൊന്നിട്ടില്ല. സത്യം. അയ്യോ തമ്പി വേണ്ട. തമ്പി വേണ്ട. തമ്പി അയ്യോ അയ്യോ വേണ്ട നരേന്ദ്ര. നരേന്ദ്ര വേണ്ട. അയ്യോ തമ്പി വേണ്ട. അയ്യോ ചാകാനുള്ള മരണവെപ്രാളത്തിൽ ചിലർ മാന്തും, അടിക്കും, കൈകാലിട്ട് തല്ലും. അയ്യോ അതൊഴിവാക്കാൻ വേണ്ടിയാ കൈകെട്ടിയെ. വേണ്ട. വേണ്ട തമ്പി വേണ്ട. വേണ്ട തമ്പി വേണ്ട. അയ്യോ വേണ്ട. കൊല്ലല്ലേ നരേന്ദ്ര, കൊല്ലല്ലേ. എല്ലാം തിരിച്ചെടുത്തു. ഈ വീടും എല്ലാ പ്രോപ്പർട്ടികളും വിട്ടു തന്നേക്കാം. ജീവൻ മാത്രം മതി എനിക്ക്. എല്ലാം തന്നിട്ട് നീ പിന്നെ എങ്ങനെ ജീവിക്കും സുധർമ്മേ? തെരുവിലിറങ്ങി തെണ്ടിക്കോളാം ഞാൻ. പിച്ചെടുത്ത് ജീവിച്ചോളാം. നരേന്ദ്ര, ഈശ്വരന് വിചാരിച്ചാല് നിന്നെ ഒരു തവണ കൊന്നാ പോരാ, 3 തവണ കൊല്ലണം. പക്ഷെ നിനക്ക് ജീവൻ ഒന്നല്ലേ ഉള്ളൂ. അയ്യോ നരേന്ദ്ര വേണ്ട. അല്ലെങ്കിൽ ഒരു ഇളവ് തരാം. ഒന്നുകിൽ ഹരിക്കുട്ടൻ, അല്ലെങ്കിൽ സുധർമ്മ. ആര് ജീവിച്ചിരിക്കണം സുധർമ്മേ? നീയോ ഹരിക്കുട്ടനോ? നിനക്കും തീരുമാനിക്കാം. നിനക്ക് നിന്റെ ജീവൻ രക്ഷിക്കണോ അതോ അമ്മയുടെ ജീവൻ രക്ഷിക്കണോ? അയ്യോ എന്റെ ജീവൻ എടുത്തോളൂ. ഇനിയെങ്കിലും എന്റെ മോനെ വിട്ടേക്ക്. നീ എന്ത് പറയണ്ട. എന്തെങ്കിലും ഒന്ന് പറയണ കഴിവേറ മോനെ. അമ്മ പറഞ്ഞല്ലോ അമ്മയുടെ ജീവൻ എടുത്തോളാൻ. നായിന്റെ മോനെ, നിനക്ക് വേണ്ടി ഇത്രയെല്ലാം ചെയ്ത തള്ളയുടെ ജീവൻ എടുത്തോളാൻ പറയാൻ എങ്ങനെ തോന്നിയടാ നിനക്ക്? ഒരു ഭംഗിക്ക് വേണ്ടിയെങ്കിലും പറയണ്ടടാ നന്ദിയില്ലാത്ത പട്ടി. എന്റെ അമ്മയെ വെറുതെ വിട്ടേക്ക്, പകരം എന്റെ ജീവൻ എടുത്തോ നരേന്ദ്ര എന്ന്. നിനക്ക് കൊന്നും കൊലവിളിച്ചും ചതിച്ചും വഞ്ചിച്ചും കൊതി തീർന്നിട്ടില്ലല്ലടാ.
എനിക്ക് നിന്റെ ജീവൻ മതി. കൊല്ലരുതേ പ്ലീസ്. ഞാൻ എന്ത് പ്രായശ്ചിത്തം വേണമെങ്കിൽ ചെയ്യാം. നീ എന്ത് ചെയ്യും? പ്ലീസ് കൊല്ലരുത്. നിങ്ങൾ പറയുന്ന എന്തും ഞാൻ അനുസരിക്കാം. അടിമയെ പോലെ നിന്നോളാം. ശരി, നിന്നെ കൊല്ലുന്നില്ല. ഒരു ചാൻസ് കൂടി നിനക്ക് ഞാൻ തരാം. വിജയകൃഷ്ണനെ എങ്ങനെയാടാ കൊന്നത്? സത്യമേ പറയാവൂ. നീ പറയുന്നതിൽ ഒരു വാക്ക് കള്ളമാണെന്ന് തോന്നിയാല് ഈ സിറിഞ്ചിലെ വിഷം മുഴുവനും ഒറ്റ നിമിഷം കൊണ്ട് നിന്റെ രക്തത്തിൽ കലരും. പറയടാ. ഞാനല്ല കൊന്നത്. അതറിയാടാ. നിരപരാധി ചമയാൻ വേണ്ടി നീയും ചന്ദ്രമോഹനും കൂടി ഗോവയിലായിരുന്നില്ലേ? വിക്രമനും ജയശീലനും ദേവരായനും കൂടിയാ കൊന്നത്. അവരെങ്ങനെ വീട്ടിനകത്ത് കയറി? വാതില് തുറന്നു കൊടുക്കാൻ നീ സുധർമ്മയെ ചട്ടം കെട്ടിയിരുന്നു. പറയടാ. ടെറസിലേക്കുള്ള വാതിലിന്റെ ടവർ ബോൾട്ട് ഇളക്കിയിട്ട് മെഴുകുതിരി വെച്ച് അടച്ചിട്ട് പുറമേ തള്ളിയെ തുറക്കുന്ന വിധത്തിലാക്കി. രാത്രി അവരതുവഴി അകത്ത് കയറി. നിന്റെ അമ്മയ്ക്കറിയാമായിരുന്നു ഈ സത്യം? ഇല്ല. നിനക്കറിയാമായിരുന്നോടി? പക്ഷെ നിനക്ക് മനസ്സിലായല്ലേടി മകനൊപ്പിച്ച പണിയാണ് ഭർത്താവിന്റെ കൊലപാതകമെന്ന്? നിന്ന് ഞരങ്ങളെ പറഞ്ഞു തുലക്ക കഴിവറ മോളെ. ആരെങ്കിലും കൊന്നതാണോന്ന് എനിക്ക് സംശയമുണ്ടായിരുന്നു. നിന്റെ ആങ്ങളയ്ക്കും മകനും അതിൽ മനസ്സറിവുണ്ടെന്ന് നിനക്കറിയായിരുന്നില്ലേടി? അതറിയായിരുന്നു. അതുകൊണ്ടല്ലേടി പോലീസ് സംശയിച്ചിട്ടും നിനക്കാരെയും സംശയമില്ലെന്ന് നീ പോലീസിനോട് പറഞ്ഞു? നിന്റെ മകനെ നിന്റെ ആങ്ങളെയും രക്ഷിക്കാൻ വേണ്ടിയല്ലേടി? അതെ, എന്റെ ഭർത്താവ് നഷ്ടപ്പെട്ടു. മകനും ആങ്ങളെയും കൂടി ജയിലിലായ എനിക്ക് ആരുമില്ലല്ലോ എന്ന് വിചാരിച്ചു. നീ എന്താണ് വിചാരിച്ചേ? എല്ലാ കാലത്തും കള്ളത്തരം മാത്രം വിജയിക്കുള്ളൂ? നിനക്കാരാടി സുധർമ്മയെന്ന് പേരിട്ടെ? നിന്നെ ജനിപ്പിച്ച തന്തയോ അതോ പെറ്റിട്ട തള്ളയോ? ആ വാക്കിന്റെ അർത്ഥം നിനക്കറിയാമോടി? സുധർമ്മ. സൽക്കർമ്മങ്ങൾ മാത്രം ചെയ്യുന്നവളെന്ന് നീ ഇതുവരെ ചെയ്തു കൂട്ടിയതോ? ദുഷ്കർമ്മങ്ങൾ മാത്രം. നിനക്ക് ചേരുന്ന പേരെന്താണെന്നറിയാമോടി? കുതന്ത്ര. കുതന്ത്ര. നീ ജീവിച്ചിരുന്ന ഈ ഭൂമിക്ക് നാശം. കൊല്ലല്ലേ നരേന്ദ്ര, പ്ലീസ്. ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. നരേന്ദ്ര പറയുന്നത് എന്തും. ഞാനും എന്റെ മോനും നരേന്ദ്ര പറയുന്ന അനുസരിച്ച് ജീവിച്ചോളാം. ഞാൻ എന്ത് പറഞ്ഞാലും നീ നിന്റെ മകനും അക്ഷരം പ്രതി അതനുസരിക്കും? അനുസരിക്കാം, അനുസരിക്കാം. ഇനി ഞാൻ പറയുന്നതിൽ ഒരു വാക്ക് തെറ്റിച്ച ഞാൻ ഒരു വരവ് കൂടി വരും. അപ്പൊ പിന്നെ ചോദ്യവും പറച്ചിലൊന്നും ഉണ്ടാവില്ല. നേരെ ഈ സിറിഞ്ച് വെച്ച് ഒരൊറ്റ കുത്തിയ
നരേന്ദ്രൻ തമ്പി ഒളിവിൽ കഴിയുന്നവനാണല്ലോ. പകൽ വെളിച്ചത്തിൽ പുറത്തു വരാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നാട് വിട്ടുപോയി കളയാമെന്നൊന്നും വിചാരിച്ചേക്കില്ലേ ഹരിക്കുട്ട. നിന്റെ ഓരോ നീക്കവും വാച്ച് ചെയ്യാൻ ഞാൻ മുംബൈയിൽ നിന്ന് 3 പേരെ ഇറക്കിയിരിക്കുന്നത്. എന്റെ കണ്ണ് വെട്ടിച്ച് നീ ഏത് രാജ്യത്ത് പോയാലും അവിടെ വെച്ച് നിന്നെ തട്ടാൻ ഞാൻ ആളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. സുധർമ്മേ, നിന്നോടും കൂടിയാ പറയുന്നേ. പോലീസിന് ഒറ്റക്കൂടെ തന്നെ നശിപ്പിക്കാമെന്ന് നീ കരുതിയ പിന്നെ നീ ശവം. ഇല്ല, ഒരിക്കലുമില്ല. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നീയും നിന്റെ മകനുമല്ലാതെ മൂന്നാമതൊരാൾ അറിയരുത്. മനസ്സിലായോ? അമ്മേ, എങ്ങോട്ടാ അമ്മയും മോനും കൂടി യാത്ര? ഓ, ഞങ്ങള് ചുമ്മാ ഒന്ന് മാവേലിക്കര വരെ. മാവേലിക്കരയോ? അതും ചുമ്മാ? അത്ര ചുമ്മാതെയല്ല. മാവേലിക്കര നമുക്ക് ബന്ധുക്കളൊക്കെ ഉണ്ടല്ലോ. അവിടെ ആരാ നമ്മുടെ റിലേറ്റീവ്സ്? സരസ്വതി അമ്മ നിനക്ക് അറിഞ്ഞൂടെ? അവിടെയല്ലേ അമ്മു ആ പൊട്ടിപ്പെണ്ണി ചെന്ന് കൂടിയിരിക്കുന്നത്? ആ, അവിടെ ചെന്ന് അവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് അന്വേഷിക്കണ്ടേ? അമ്മയ്ക്ക് എന്താ അത്യാവശ്യം അവളുടെ വിശേഷങ്ങൾ അറിയാഞ്ഞിട്ട്? അവരെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരാന്ന് കരുതിയാ. വിളിച്ചോണ്ട് വരാനോ? ഇങ്ങോട്ടോ? അമ്മയ്ക്ക് എന്താ വട്ടുണ്ടോ? വട്ടാവാതിരിക്കാൻ വേണ്ടിയാ. എന്തു പറ്റിയമ്മേ? ഞാനും ഹരിക്കുട്ടനും കൂടി ഇരുന്ന് ഇന്നലെ രാത്രി കുറെ നേരം ആലോചിച്ചു നോക്കി. സത്യം പറഞ്ഞ അമ്മൂനെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടേണ്ട ഒരാവശ്യമില്ലായിരുന്നു നമുക്ക്. ആ, ഒരു വാശിക്ക് ചെയ്തതാ. നമ്മൾ അതുപോലെ അവൾ ഇവിടുന്ന് ഇറക്കി വിട്ടില്ലേ, അതിനൊരു പകരം വീട്ടല്. അത് നന്നായില്ലേ ഉള്ളൂ. അത് അങ്ങനെ തന്നെ വേണമായിരുന്നു. പക്ഷെ നമ്മൾ ഉപേക്ഷിച്ച പിന്നെ അവൾക്ക് ആരാ മോളെ ഉള്ളത്? വല്ല വീട്ടിൽ ചെന്ന് പിച്ചക്കാര് കിടക്കുന്ന പോലെ. ഒന്നുമില്ലെങ്കിലും ഈ വീട്ടിലെ പെൺകുട്ടിയല്ലേ അവള്. വിജയേട്ടന്റെ മോളല്ലേ. ഒരാപത്ത് വരുമ്പോ നമ്മളല്ലാതെ വേറെ ആരുണ്ട് സഹായിക്കാൻ? അമ്മയ്ക്ക് എന്താ സംഭവിച്ചത്? ഹരീഷേട്ടാ, എന്തൊക്കെയാ അമ്മ പറയുന്നത്? അല്ല, മോൻ പറഞ്ഞത് ശരിയല്ലേ? ഞാനും അമ്മുവിനോട് കുറെ നീതികേട് കാണിച്ചു. എല്ലാവരും ഒത്തുപോകുന്നതല്ലേ നല്ലത്. അത്രയും ടെൻഷൻ കുറഞ്ഞു കിട്ടുമല്ലോ.